ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ PSC അപ്ഡേറ്റ്സ് ആണ്. ജൂലൈ മാസത്തിലെ PSC അപ്ഡേറ്റ്സും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. HSC എക്സാം ഇൻ 9 സബ്ജക്ട് എക്സാം ഫ്രം ഓഗസ്റ്റ് 1. 9 വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ എക്സാം നടക്കാൻ പോവുകയാണ്. പരീക്ഷ ഓഗസ്റ്റ് 1 മുതലാണ്. പരീക്ഷ എഴുതാൻ ഏകദേശം 66,000 പേരാണ് റെഡി ആയിട്ടിരിക്കുന്നത്. കൂടുതൽ പേരും ഫിസിക്കൽ സയൻസിനാണ് കേട്ടോ. 6 വിഷയങ്ങളിൽ OMR, 3 ഓൺലൈൻ പരീക്ഷകളായിരിക്കും നടക്കുക. ഇപ്പോൾ 9 വിഷയങ്ങളിലെ ഹൈസ്കൂൾ ടീച്ചർ തസ്തികകളിലേക്ക് ഓഗസ്റ്റ് 1 മുതൽ 20 വരെ PSC പരീക്ഷകൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. PSC exam will be conducted from August 1 to 20 for the post of high school teacher in 9 subject. 9 സബ്ജക്റ്റില് എക്സാം will be OMR. സബ്ജക്റ്റിന് OMR-ഉം 3 സബ്ജക്റ്റിന് ഏതാണ് ഓൺലൈൻ എക്സാമും ആയിരിക്കും. അതായത് മലയാളം OMR എക്സാം ഏതൊക്കെയാണ്? മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റിനായിരിക്കും OMR ഉണ്ടായിരിക്കുക. ഓൺലൈൻ എക്സാം വരുന്നത് സംസ്കൃത്, തമിഴ് ആൻഡ് ഉറുദു സബ്ജക്റ്റിനായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? സംസ്കൃതം, തമിഴ്, ഉറുദു വിഷയങ്ങളിൽ ഓൺലൈൻ പരീക്ഷയും മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് OMR പരീക്ഷയാണ് നടക്കാനായിട്ട് പോകുന്നത്. 9 വിഷയങ്ങളിലെ ഹൈസ്കൂൾ ടീച്ചർ തസ്തികകളിലേക്കാണ് ഓഗസ്റ്റ് 1 മുതൽ 20 വരെ PSC പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നത്. ആ 9 വിഷയങ്ങളിൽ 6 വിഷയങ്ങൾക്ക് OMR പരീക്ഷയും 3 വിഷയങ്ങൾക്ക് ഓൺലൈൻ എക്സാമുമാണ്. മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് OMR പരീക്ഷയും സംസ്കൃതം, തമിഴ്, ഉറുദു വിഷയങ്ങൾ ഓൺലൈൻ പരീക്ഷയുമാണ് നടക്കാനായിട്ട് പോകുന്നത്. ജൂലൈ 18 മുതൽ വിവിധ തീയതികളിലായിട്ട് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാ വിഷയങ്ങളിലുമായിട്ട് 66,000 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ എക്സാം തീയതികൾ നമുക്ക് നോക്കാം. പരീക്ഷാ തീയതികൾ മലയാളം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 1-നാണ്. സമയം കൊടുത്തിട്ടുണ്ട് 7:15 to 9:15. ഓക്കെ, കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 5,594 പേരെയാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 18 മുതൽ ലഭ്യമാകും. ഓക്കെ, അപ്പൊ ആദ്യം ഓഗസ്റ്റ് 1-ന് നടക്കാൻ പോകുന്ന മലയാളമാണ് അല്ലെ. ഇനി അപ്പോൾ സമയം 7:15, വളരെ നേരത്തെയാണ്. 7:15 to 9:15 വരെയാണ് നടക്കാൻ പോകുന്നത്. 2 മണിക്കൂർ. കാൻഡിഡേറ്റ്സ് 6,000-ഓളം പേര്, 5,594 പേര് കാൻഡിഡേറ്റ്സ് ഉണ്ട് കേട്ടോ, എക്സാം എഴുതുന്നവര്. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 18 മുതൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് സംസ്കൃത് ആണ്. ഓഗസ്റ്റ് 1-നാണ് അടുത്ത ഷെഡ്യൂള്. 10 to 12:30. കാൻഡിഡേറ്റ്സ് കുറവാണ്, 891 പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളൂ. അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 18 തന്നെ കിട്ടാനായിട്ട് തുടങ്ങും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് ആണ്. ഏറ്റവും കൂടുതൽ പേര് എക്സാം എഴുതുന്നത് നാച്ചുറൽ സയൻസിനാണല്ലോ, ഫിസിക്കൽ സയൻസിനാണ് അല്ലെ. നാച്ചുറൽ സയൻസിനേക്കാളും ഫിസിക്കൽ സയൻസിനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെ. നാച്ചുറൽ സയൻസിന്റെ എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 4-നാണ്. അതും ഈ മോർണിംഗ് ഷെഡ്യൂൾ തന്നെയാണ്, ഏർലി മോർണിംഗ് ഷെഡ്യൂൾ ആണ് അല്ലെ. 7:15 to 9:15. Candidates 11,192. Admission ticket from July 21. ഓക്കെ, ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് തമിഴുണ്ട്. ഓഗസ്റ്റ് 5-നാണ് എക്സാം. ടൈം 10 to 12:30. കാൻഡിഡേറ്റ്സ് 156 പേരാണ്. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ജൂലൈ 22. ഓക്കെ, അപ്പൊ മലയാളം ഓഗസ്റ്റ് 1-ന് 7:15 to 9:15. അതേ ടൈമിൽ ഓഗസ്റ്റ് 4-ന് നാച്ചുറൽ സയൻസ് നടക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഉറുദു ആണ്. ഓഗസ്റ്റ് 5-ന് തന്നെയാണ്, അതേ സെയിം ടൈം ആണ്. അതായത് തമിഴും ഉറുദും ഏകദേശം ഒരേ സമയത്താണ് നടക്കുന്നത് അല്ലെ. 10 to 12:30. കാൻഡിഡേറ്റ്സ് 126 പേര് മാത്രമേ എഴുതുന്നുള്ളൂ ഉറുദുവിന്. അപ്പൊ ഏറ്റവും കുറവ് എക്സാം എഴുതുന്ന ഉറുദുവിനാണെന്ന് തോന്നുന്നു അല്ലെ. നമുക്ക് ബാക്കി നോക്കാം, എന്നിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 22-നായിരിക്കും കിട്ടുക. അപ്പോ മലയാളം എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 1-ന്, സംസ്കൃത് ഓഗസ്റ്റ് 1-ന്. എല്ലാം മോർണിംഗ് ഷെഡ്യൂൾ ആണ് കേട്ടോ. നാച്ചുറൽ സയൻസ് ഓഗസ്റ്റ് 4, തമിഴ് ഓഗസ്റ്റ് 5, ഉറുദു ഓഗസ്റ്റ് 5. അപ്പൊ ഇതില് ഈ ഒരു തന്നിരിക്കുന്നില്ല, മലയാളം, സംസ്കൃത്, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദുവില് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് വരുന്നത് നാച്ചുറൽ സയൻസിനാണ്. ഓഗസ്റ്റ് 4, 7:15 to 9:15 അല്ലെ. ബാക്കി ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഉറുദുവിനാണ്, 126 പേരാണ്. അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത് ജൂലൈ 18 മുതലായിരിക്കും നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കാനായിട്ട് തുടങ്ങാം.
ഓക്കെ അല്ലേ? അപ്പോ 7:15 to 9:15, 10 to 12:30 എന്നുള്ള ടൈമിലായിരിക്കും എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓഗസ്റ്റ് 1 തുടങ്ങുന്നത് മലയാളവും അതുപോലെ തന്നെ സംസ്കൃറ്റുമാണ്. ഒരേ ദിവസം ടൈം മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത എക്സാം എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ്. കണ്ടോ, 18,700 പേരാണ് ഫിസിക്കൽ സയൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 6-നാണ്. സമയം 7:15 to 9:15. കാൻഡിഡേറ്റ്സ് 18,700 പേരാണ്. അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 23-ന് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, ഹിന്ദി ഓഗസ്റ്റ് 7. അതിനും കാൻഡിഡേറ്റ്സ് കുറവൊന്നുമല്ല കേട്ടോ, 3,313 പേരാണ് എഴുതുന്നത്. ഏർലി മോർണിംഗ് ടൈം തന്നെയാണ്, 7:15 to 9:15. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ജൂലൈ 23. അടുത്തത് വന്നിട്ട് മാത്സ് ആണ്. മാത്സ് ഓഗസ്റ്റ് 8-നാണ്. ടൈം 7:15 to 9. എല്ലാം ഇതിലിപ്പോ ഫിസിക്കൽ സയൻസും ഹിന്ദിയും മാത്സും എല്ലാം നോക്കിക്കേ, 7:15 to 9:15 ആണ്. കാൻഡിഡേറ്റ്സ് 11,607. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ജൂലൈ 25-നാണ്. ഓക്കെ, അടുത്ത ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20-നാണ്. അപ്പൊ ഇംഗ്ലീഷ് മാത്സ് കഴിഞ്ഞിട്ട് കുറെ അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് വരുന്നത് അല്ലെ. ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20-നാണ്. ടൈം 7:15 to 9:15 ആണ്. കാൻഡിഡേറ്റ്സ് 14,421. അപ്പൊ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് വന്നിട്ടുള്ളത് ഏതിനാണ്? ഫിസിക്കൽ സയൻസിനാണ്. 18,700 പേരാണ് എഴുതുന്നത് കേട്ടോ. സമയം 7:15 to 9:15, ഓഗസ്റ്റ് 6-ന്. ഹിന്ദി ആണെങ്കിൽ ഓഗസ്റ്റ് 7, 7:15 to 9:15. കാൻഡിഡേറ്റ്സ് 3,313. നല്ല നമ്പർ അല്ലേ, ഫാൻസി നമ്പർ. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ജൂലൈ 23. മാത്സ് ഓഗസ്റ്റ് 7-നാണ്. 7:15 to 9:15. കാൻഡിഡേറ്റ്സ് 11,607. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ജൂലൈ 25. ഇംഗ്ലീഷ് ആണ് ഏറ്റവും അവസാനം. അപ്പൊ ഓഗസ്റ്റ് 1 തൊട്ട് മലയാളം സംസ്കൃതം തുടങ്ങിയിട്ട് അവസാനം ഇംഗ്ലീഷ് ഓഗസ്റ്റ് 1 തൊട്ട് 20 വരെയാണ് PSC പരീക്ഷകൾ നടത്തുന്നത് അല്ലെ. അപ്പോൾ അവസാനത്തെ ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20-നാണ്. ടൈം 7:15 to 9:15 ആണ്. കാൻഡിഡേറ്റ്സ് 14,421. അഡ്മിഷൻ ടിക്കറ്റ് ഫ്രം ഓഗസ്റ്റ് 6. ഓക്കെ, അപ്പോൾ 9 വിഷയങ്ങളിലെ HST എക്സാം നടക്കുകയാണ്. പരീക്ഷ ഓഗസ്റ്റ് 1 മുതൽ 20 വരെയാണ് അല്ലെ. അപ്പൊ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.